ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ കഥയുടെ സെക്കൻഡ് പാർട്ട് പറയാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ലോൺ എടുക്കാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്തെന്നുള്ളത്. ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ നിയറസ്റ്റ് ബാങ്കായ സ്റ്റേറ്റ് ബാങ്കിലാണ് അപ്രോച്ച് ചെയ്തത്. അവിടുത്തെ മാനേജറെ പോയി കണ്ടു, ഇങ്ങനത്തെ ലോണിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. പുള്ളി അവിടുത്തെ ലോൺ റെഡിയാക്കുന്ന ഒരാളുടെ നമ്പറുമായിട്ട് എനിക്ക് തന്നു, അയാളായിട്ട് കണക്ട് ചെയ്തു തന്നു. ഞാൻ ജസ്റ്റ് എൻക്വയറിക്ക് മാത്രമായിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞപ്പോൾ ആളെന്നെ കോണ്ടാക്ട് ചെയ്തു. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ലാൻഡ് നമ്മൾ കണ്ടുപിടിച്ചു, അതിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ അത് നമ്മുടെ സെല്ലറിൻ്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ കോപ്പിയൊക്കെ തരും. അതിൻ്റെ ആധാരങ്ങൾ, മുന്നാധാരങ്ങൾ, ഇതിൻ്റെ കോപ്പിയൊക്കെ ഞാൻ വാട്സാപ്പിൽ സ്കാൻ ചെയ്തിട്ടാണ് ആൾക്ക് അയച്ചു കൊടുത്തത്. ആളത് ഒരു ബാങ്കിൻ്റെ തന്നെ ഒരു അഡ്വക്കേറ്റ് ഉണ്ടാവും, അഡ്വക്കേറ്റിനെ കാണിച്ചു. അഡ്വക്കേറ്റ് ഇതൊക്കെ നോക്കി, ലാൻഡിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നോക്കി ഓക്കെ ആയി. പിന്നീടാണ് ഞാൻ അഡ്വാൻസ് കൊടുക്കണത് കേട്ടോ. ബട്ട് ഞാൻ നേരത്തെ തന്നെ അഡ്വാൻസ് ഇത് ഓക്കെ ഇതാവണേക്ക് മുമ്പേ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അങ്ങനെ ഒരു ഓണറുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യുന്ന ഒരാളുണ്ട്, ആളോട് സംസാരിച്ചു. ഒരു 50,000 അഡ്വാൻസ് കൊടുക്കാൻ പറഞ്ഞു. സോ അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ 50,000 അഡ്വാൻസ് കൊടുത്തിട്ട് 3 monthsനുള്ളിൽ നമ്മൾ ആധാരം ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു ഐ തിങ്ക് ഒരു 100 രൂപ 500 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ എഴുതിയിട്ട് സെയിൽ ലെറ്റർ റെഡിയാക്കി. ഇനി ബാങ്കിൽ കൊടുക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ഈ സെയിൽ ലെറ്റർ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് സ്ഥലത്തിൻ്റെ ആധാരം, എല്ലാത്തിൻ്റെ കോപ്പിയാണ് വേണ്ടത്. സ്ഥലത്തിൻ്റെ ആധാരത്തിൻ്റെ കോപ്പി, മുന്നാധാരങ്ങളുടെ കോപ്പി, പിന്നെ ലാൻഡ് ടാക്സ് അടച്ചതിൻ്റെ റെസിപ്റ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ ലൊക്കേഷൻ സ്കെച്ച്. അതിനകത്താണ് നമുക്ക് കുറച്ച് പണി കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ പിന്നീട് പറയാം. പിന്നെ ബാധ്യത സർട്ടിഫിക്കറ്റ്, ദാറ്റ് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ്, അത് 25 വർഷത്തെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ROR തണ്ട പേപ്പർ, അത് ഓൾമോസ്റ്റ് ഇത്രയൊക്കെയാണ് നമ്മൾ ബാങ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്ഥലത്തിൻ്റെ മാത്രം പ്രോപ്പർട്ടീസ് കേട്ടോ. പിന്നെ എനിക്ക് ഇൻകം കാണിക്കാനായിട്ട് എനിക്ക് കാണിക്കേണ്ടി വന്നിട്ടുള്ളത് എൻ്റെ സാലറി സ്ലിപ്പ്, 3 months സാലറി സ്ലിപ്പ്, പിന്നെ 6 മാസത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ഫോം 16, എൻ്റെ ഒരു 2 വർഷത്തെ ഫോം 16 ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഞാൻ കൊടുത്തു, എല്ലാം ഓക്കെയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇപ്പോഴും നമ്മുടെ ലൊക്കേഷൻ സ്കെച്ച് റെഡി ആയിട്ടില്ല കേട്ടോ. ലൊക്കേഷൻ സ്കെച്ച് നമ്മൾ കിട്ടുന്നത് നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ സ്ഥലത്തിൻ്റെ നമ്മൾ രണ്ടാമത് അളക്കണം. മീൻസ് ഞാനൊരു സ്ഥലത്തിൻ്റെ പകുതിയാണ് വാങ്ങിയത്. അപ്പോൾ വീണ്ടും നമ്മൾ വില്ലേജിൽ നിന്ന് ആളെ കൊണ്ടുവന്നിട്ട് അളന്ന് നമ്മൾ ലൊക്കേഷൻ സ്കെച്ച് കൊടുക്കണം വീണ്ടും ബാങ്കിൽ, കറക്റ്റ് മെഷർമെൻറ്റ്സും എല്ലാമായിട്ട്. ഇതെല്ലാം നമ്മൾ ബാങ്കിൽ കൊടുത്തു. ബാങ്ക് ഇതെല്ലാം അഡ്വക്കേറ്റിന് കൊടുത്തു, എല്ലാം വെരിഫൈ ചെയ്തു. ഇതിനിടയിൽ നമ്മളിത് കൊടുക്കുന്നത് ലോൺ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് ഒരു വാലുവേറ്റർ ഉണ്ടാവും. ആ വാലുവേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് നമ്മുടെ സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ സ്ഥലമൊക്കെ അവർ നോക്കിയിട്ട് ഒരു വാല്യൂ അവരിടും. മീൻസ് നമ്മുടെ നോർമൽ വാല്യൂവിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിരിക്കും അവരിടുന്ന വാല്യൂ. നോർമൽ വാല്യൂ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരു പഞ്ചായത്തോ ഒരു മുനിസിപ്പാലിറ്റിയിലോ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തിന് ഇത്ര വാല്യൂ ഉണ്ടാവും, ആ വാല്യൂ കേട്ടോ. പിന്നെ നമുക്കെന്ന് വെച്ചാൽ ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 75% ഓഫ് ആധാരത്തിൽ കാണിക്കുന്നതിൻ്റെ 75%, ആധാരത്തിൽ കാണിക്കേണ്ടത് 90%, 90%, അല്ലെങ്കിൽ ഈ വാല്യുവേറ്റർ ഒരു വാല്യുവേഷൻ ഇടുമല്ലോ, ആ വാല്യൂവിൻ്റെ ഒരു 75%. അതിലേതാണോ കുറവ് അതാണ് നമുക്ക് തരാം കേട്ടോ. സോ വാല്യുവേറ്റർ വന്നു, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ ആണ്, നിറയെ വീടുകളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം കിട്ടി കേട്ടോ, ലാൻഡ് വാല്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബാങ്കിൽ ചെന്നു, അവർ ബാങ്കിലേക്ക് റിപ്പോർട്ട് ചെയ്തു. നമുക്കറിയാൻ പറ്റില്ല എത്ര വാല്യൂ കിട്ടുന്നുള്ളതും. അപ്പോൾ നമുക്ക് ആധാരത്തിൽ 90%, നമ്മളിപ്പോൾ വാല്യുവേഷൻ്റെ ആ ഒരു റിപ്പോർട്ട് എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് 90% നമ്മൾ കാണിച്ചാൽ മതി ആധാരത്തിൽ കേട്ടോ. കാരണം അല്ലെങ്കിൽ നമ്മുടെ ആധാര ചിലവ് കൂടുകയോ ചെയ്യാം. നമുക്ക് 90% കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്കവരും കൂടുതൽ കാണിക്കുക, എല്ലാവരും കുറവാണ് കാണിക്കുന്നത്. നമുക്ക് ഇതെല്ലാം നമ്മൾ കൊടുത്തു, എല്ലാം സബ്മിറ്റ് ചെയ്തു. നമുക്ക് അത്യാവശ്യം ഒരു 70-90% അടുത്ത് ലോൺ പാസ്സാവും എന്ന് അവർ പറഞ്ഞു. എല്ലാം ത്രൂ വേർഡ്സിലൂടെ അവരെല്ലാം പറഞ്ഞു. പക്ഷെ ലാസ്റ്റാണ് നമുക്ക് പണി കിട്ടിയത്. അവർ ബാങ്കിലൊരു ഇൻറ്റേർണൽ സർക്കുലർ വന്ന് നമ്മുടെ 60% തരാനുള്ളൂ, അതായത് ഏകദേശം പകുതി
സോ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന് ഇവർ വാല്യുവേറ്റർക്കുള്ളൊരു ഫീസ് നമ്മളുടെ കയ്യിൽ നിന്നായിരിക്കും വാങ്ങാം. പിന്നെ അഡ്വക്കേറ്റിൻ്റെ ഫീസ് നമ്മുടെ കയ്യിൽ നിന്നായിരിക്കും വാങ്ങാം. എല്ലാം നമ്മുടെ അക്കൗണ്ടിൽ മൈനസ് ഇട്ടിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവർ പിടിച്ചുകൊണ്ടിരിക്കുക ചെയ്യാം. അപ്പോൾ ഇത് അവർ നമ്മളെ കൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. നമുക്ക് ഓൾറെഡി അക്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അവിടെ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിത് പറയുന്നത് പോരാത്തതിന് അവർ വെരിഫിക്കേഷൻ ആകുമ്പോൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് അവർ വെരിഫിക്കേഷനും വിടുമായിരുന്നു. നമ്മൾ ഇന്ന ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യണേ ഇതൊക്കെ അറിയാൻ വേണ്ടി ഒരു ഓഫീസിൽ വരും. ഓഫീസിൻ്റെ ഇപ്പോൾ ടെക് പാർക്ക് ആയതുകൊണ്ട് ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വരും. നമ്മുടെ ഫോട്ടോയൊക്കെ എടുക്കും, ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും, എത്ര എംപ്ലോയീസ് ഉണ്ട്, എത്ര നാളെ ഇവിടെ വർക്ക് ചെയ്യണം, എല്ലാ കാര്യങ്ങളും അവർ ചോദിക്കും. നടന്ന അന്ന് വെരിഫിക്കേഷൻ നടന്നെന്നാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് 60% അവർക്ക് പറ്റുന്നുള്ളൂ എന്ന്. കാരണം അവർക്ക് സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. സോ അങ്ങനെ നമ്മൾ വിചാരിക്കുകയാണ് ആ ലോൺ അവിടുന്ന് വേണ്ടാന്ന് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് ഒന്ന് വിളിച്ചു നോക്കി. റാൻഡായിട്ട് നെറ്റിൽ നിന്ന് നമ്പർ എടുത്തിട്ടാണ് വിളിച്ചു നോക്കിയത്. ഞാൻ ലോൺ എടുക്കുന്നതിൽ ഏറ്റവും നല്ല ബാങ്ക്സിലൊന്ന് സ്റ്റേറ്റ് ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയൊക്കെയാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളായിരുന്നു. ഇത് നിയറസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ആയതുകൊണ്ടാണ് നമ്മളത് പ്രിഫർ ചെയ്തത്. പക്ഷേ ബാങ്ക് ഓഫ് ബറോഡയാണ് എനിക്ക് കുറച്ചുകൂടെ ഞാനിപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്. നമ്മൾ ബാങ്ക് ഓഫ് ബറോഡയിൽ വിളിച്ചു. ഒരു കസ്റ്റമർ കെയർ നമ്പർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളോട് ഡയറക്റ്റ് വരാനാണ് പറഞ്ഞത്. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് അവർ നമ്മുടെ മാനേജറിൻ്റെ നമ്പർ നമ്മൾ പറഞ്ഞു നമുക്കിങ്ങനെ വരാൻ പറ്റില്ല, നമ്മൾ ബാംഗ്ലൂരാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ നമ്പർ തന്നു. ബാങ്ക് മാനേജറായിട്ട് കണക്ട് ചെയ്തു. ബാങ്ക് മാനേജർ അപ്പോൾ തന്നെ ഡോക്യുമെൻറ്റ്സും ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു ഇത് പറ്റി. സോ നമുക്ക് ലോണിൻ്റെ കാര്യത്തിന് എത്രയും പെട്ടെന്ന് ഫർദറായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഓൾറെഡി എഗ്രിമെൻറ്റ് ഇനി ഒരു 1 മന്തും കൂടെ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ലോണിൻ്റെ പുറകെ കുറേ നടന്നിട്ട് ഒരു 2 മന്ത്സോടെ അതിന് പോയിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോണിൽ അവരെല്ലാം ബാങ്കിൽ എല്ലാവരും ഹെൽപ്ഫുള്ളായിരുന്നു. എല്ലാ കാര്യങ്ങളും ഹെൽപ്ഫുള്ളായിരുന്നു. നമ്മുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങളും എല്ലാവരും നന്നായിട്ട് തന്നെയാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും. പക്ഷേ ഒരു ലോണിൻ്റെ കാര്യം വരുമ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ലോൺ എടുക്കുന്നത് ഒരുപാട് നടക്കണം എന്നൊക്കെ. പക്ഷേ എൻ്റെ കാര്യത്തിൽ എല്ലാം സ്മൂത്തായിരുന്നു. ഞാൻ ലോൺ എടുക്കണതിൻ്റെ സൈൻ ചെയ്യാൻ വരെ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പോകാനായിട്ട്. അന്നാണ് അറിയണത് ഇങ്ങനെയാണ് കാര്യം എന്നുള്ളത്. സോ അങ്ങനെ തന്നെ നമ്മൾ നാട്ടിൽ ചെന്നിട്ട് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം തിരിച്ചു ചോദിച്ചു. അവരെല്ലാ ഡോക്യുമെൻറ്റ്സും തന്നു കേട്ടോ. എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ സബ്മിറ്റ് ചെയ്തെല്ലാം കൊടുത്തു. പിന്നെ നമുക്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ കൊടുക്കുന്ന 30 ഇയേഴ്സിൻ്റെ എൻകംപ്രൻസ് സർട്ടിഫിക്കറ്റ് ആണ്. എൻകംപ്രൻസ് നമുക്ക് ഇതിന് മുമ്പ് സ്ഥലത്തിന് എന്തെങ്കിലും ബാധ്യതയുണ്ടോ, വേറെ ഇതിന് മുമ്പത്തെ ഓണേഴ്സ് ആരെങ്കിലും ബാങ്കിൽ അത് ലോൺ വെച്ചിട്ടുണ്ടോ, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അതെല്ലാം കൊടുത്തു. അപ്പോഴും നമുക്ക് ലൊക്കേഷൻ സ്കെച്ച് ചെയ്യാം നമുക്ക്. പക്ഷേ ഇത് ബാങ്കിൻ്റെ അഡ്വക്കേറ്റ് വേറെ ആയിരുന്നു. അപ്പോൾ ഈ ബാങ്കിൻ്റെ അഡ്വക്കേറ്റ് നമ്മുടെ കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സ് എല്ലാം വെരിഫൈ ചെയ്തിട്ട് മാത്രം നമുക്ക് ലോൺ തരാം. സോ അങ്ങനെ ഇതെല്ലാം പ്രോപ്പറായിട്ട് നടന്നു. എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സും പല ഡോക്യുമെൻറ്റ്സ് എക്സ്ട്രാ കൊടുക്കേണ്ടി വന്നു, കുറേ കാര്യങ്ങളൊക്കെ ഇരുന്നു. അങ്ങനെ ഫൈനലി നമുക്ക് ലോൺ സാങ്ഷൻ ആവുന്ന സ്റ്റേജ് വന്നു. ഞാൻ പോയി ബാങ്കിൽ പോയി സൈൻ ചെയ്തു, എല്ലാ കാര്യങ്ങളും കിട്ടി. സോ ഫസ്റ്റ് നമുക്ക് അവർ തരുന്നത് DD ആണ്. നമ്മുടെ കയ്യിലല്ല DD തരാം, അത് അവർ സെല്ലറിൻ്റെ പേരിലാണ് കൊടുക്കുക. അപ്പോൾ സെല്ലറിൻ്റെ ഫോട്ടോയും ഫോട്ടോ ഇല്ല, സെല്ലറിൻ്റെ ID ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടാണ് അവർക്ക് കൊടുക്കേണ്ടത്. സോ സെയിം ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും, അല്ലെങ്കിൽ 2 ഡേയ്സിനുള്ളിൽ അവർക്ക് മാറിക്കിട്ടും. സോ അത് ചെയ്യുന്നത് നമ്മൾ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഡേറ്റിൽ ബാങ്ക് മാനേജർ വന്നിട്ട് അത് ഡയറക്റ്റായിട്ട് സെല്ലർക്ക് കൊടുക്കുക ചെയ്യുക. നമ്മുടെ കൈ കിട്ടില്ല, ഡയറക്റ്റ് അവർക്ക് തന്നെയാണ് കൊടുക്കുക, നമ്മുടെ പ്രസൻസിൽ തന്നെ ആയിരിക്കും കൊടുക്കുക. സോ അങ്ങനെ നമ്മുടെ DD സൈൻ ചെയ്തു. നമ്മുടെ ബാങ്ക് മാനേജർ നമുക്ക് അയച്ചു തന്നു DD വാട്സാപ്പിൽ സൈൻ ചെയ്തിട്ടുണ്ടെന്ന്, എല്ലാം ഹാപ്പിയായി. ബട്ട് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ ഒരു ടോക്കൺ എടുക്കണം. എന്നുവെച്ചാൽ രജിസ്ട്രേഷൻ ആധാർ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഡേ സെലക്ട് ചെയ്യണം നമുക്ക്. അത് നമ്മുടെ അഡ്വക്കേറ്റാണ് സെലക്ട് ചെയ്യുക. കാരണം അഡ്വക്കേറ്റിൻ്റെ ഈ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം റെഡി ആക്കിയിട്ട് ബാങ്ക് മാനേജറെ വായിച്ച് കേൾപ്പിച്ചിട്ട് വേണം ടോക്കൺ റെഡിയാക്കാനായിട്ട്, ഏത് ഡേ ആണ് ഫിക്സ് ചെയ്യാനുള്ളതായിട്ട്. അത് നമുക്കും ബാങ്ക് മാനേജർക്കും വക്കീലിനും രജിസ്റ്റർ ഓഫീസിലും ഫ്രീ ഉള്ളൊരു ഡേറ്റ് നോക്കിയിട്ടാണ് അവരത് എടുക്കുക. നമുക്കത് എടുക്കാനുള്ള ഒരു ടൈമിൽ തൊട്ട് മുമ്പാണ് നമ്മുടെ ബാങ്ക് മാനേജർക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. സോ പുതിയ ബാങ്ക് മാനേജർ വരണം ഇനി നമ്മുടെ DD സെല്ലർക്ക് കൊടുക്കാനായിട്ട്. സോ അടുത്ത ബാങ്ക് മാനേജർ വന്നു. ആൾക്ക് തന്നെ പെട്ടെന്ന് വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ 2 ഡേയ്സ് ആൾ വന്നിട്ട് ആൾ തിരിച്ചു പോയി. ഇപ്പോൾ നമ്മളടുത്ത് പറഞ്ഞു നന്നായിട്ട് തന്നെ സംസാരിച്ച് ആൾ പോയിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളത്. അപ്പോഴേക്കും നമ്മുടെ എഗ്രിമെൻറ്റ് കഴിഞ്ഞിട്ടോ. ലക്കിലി നമ്മുടെ സെല്ലർ നല്ലൊരു മനുഷ്യനായതുകൊണ്ട്
കൊടുത്ത അഡ്വാൻസും കുഴപ്പമുണ്ടല്ലോ. ഈ അഡ്വാൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ഞങ്ങൾ 50,000 ഇൻ ഹാൻഡാണ് കേട്ടോ കൊടുത്തിരുന്നത്. പക്ഷെ നമ്മളത് ആ സെയിൽ ലെറ്ററിൽ നമ്മൾ 10,000 രൂപ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി കൊടുക്കുന്നതാണ് നമുക്ക് ബാങ്കിൽ ലോൺ എടുക്കുമ്പോൾ ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ് ബാങ്കിന് ആവശ്യം വന്നിരുന്നു. പിന്നെ പക്ഷെ ബാങ്ക് ഓഫ് ബറോഡയിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. നമുക്ക് ഡയറക്റ്റ് ഇൻ ഹാൻഡ് കൊടുത്താലും കയ്യിൽ ക്യാഷ് കൊടുത്താലും പ്രശ്നമില്ല. പിന്നെ ബാങ്ക് മാനേജർ അങ്ങനെ പോയി, പുതിയ ബാങ്ക് മാനേജർ വന്നു. പിന്നെ നമുക്ക് ഫൈനലി ടോക്കൺ കിട്ടി. നമ്മൾ ചെന്നു, നമുക്ക് ആധാരം സൈൻ ചെയ്തു. ഒരു 2 ആഴ്ച പോക്കുവരവ് എന്ന് പറയും, അതിന് വേണ്ടി ടൈം ഉണ്ടാവും. ആ ടൈം കഴിഞ്ഞിട്ട് ബാങ്ക് മാനേജർ വന്നിട്ട് ആധാരം ബാങ്കിലേക്ക് കൊണ്ടുപോകും. പക്ഷെ നമുക്ക് നമ്മുടെ കൈ കിട്ടില്ല കേട്ടോ. നമുക്ക് വേണ്ട ഒരു കോപ്പി റിക്വസ്റ്റ് ചെയ്ത് ബാങ്കിൽ നിന്ന് തരും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു 6 മന്ത്സിനുള്ളിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. സോ ഇതിൻ്റെ കൂടെ ഞാൻ പറയാൻ മറന്നുപോയി, നമ്മൾ പണിയാൻ പോകുന്ന വീടിൻ്റെ ഒരു പ്ലാനും റഫ് എസ്റ്റിമേറ്റ് നമ്മൾ കൊടുക്കണം. അതിൻ്റെ ഒരു 80% ആണ് നമുക്ക് കിട്ടുക. സോ 80% എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വാല്യൂ കൂടുതൽ എസ്റ്റിമേറ്റിൽ കാണിച്ചാൽ മതി. നമ്മുടെ എഞ്ചിനീയർ ആർക്കിടെക്റ്റോ ആരാണ് പ്ലാൻ വരച്ചതെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, നമുക്കിങ്ങനെ ലോണിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ നമുക്ക്. ഇത് കഴിഞ്ഞിട്ട് നമ്മളത് റഫ് എസ്റ്റിമേറ്റ് ആട്ടോ കൊടുത്തിരുന്നത്. ഇനിയും നമ്മൾ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കണമെന്നൂടെ. നമ്മൾ ബാങ്കിൻ്റെ കുറച്ച് ഡേയ്സ് ഉണ്ടാവുമല്ലോ, നമ്മൾ ലോണിന് കൊടുത്ത ഡേയും പിന്നെ നമുക്ക് കിട്ടിയിട്ട് ആ കുറച്ച് ദിവസത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത് നമ്മുടെ അഡ്വക്കേറ്റ് വെരിഫൈ ചെയ്യും, എന്നിട്ട് ബാങ്കിന് റിപ്പോർട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ പുതിയ കറക്റ്റ് പ്ലാന് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യണം. ഇപ്പം ഞങ്ങൾ എന്നുള്ളത് ആ കറക്റ്റ് പ്ലാൻ, ഫൈനൽ പ്ലാൻ റെഡിയാക്കുന്ന സ്റ്റേജിലാണ്. സോ ഈ വീഡിയോ എത്ര ലെങ്ത് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, സോ ഇതാണ് എൻ്റെ സ്റ്റോറി. ഞാൻ എങ്ങനെയാണ് ഒരു സ്ഥലം വാങ്ങിയെന്നുള്ളത്. സോ സ്ഥലം വാങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാർ, ഞാൻ ഒരിക്കലും ലോൺ പ്രിഫർ ചെയ്യില്ല. ബട്ട് ചിലർക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ വാങ്ങണം എന്നുള്ള എത്രയും പെട്ടെന്ന്. സോ അവർക്കായിട്ടാണ് ഈ വീഡിയോ ഞാൻ പറയുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.